ഇങ്ങനെ വട്ടം പിടിച്ചാൽ കൈയുടെ വട്ടമുള്ള റബ്ബർ ടാപ്പ് ചെയ്ത് വെച്ചേക്കുക. ഹലോ, നമസ്കാരം. സർ സി പിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിൽ ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമായിരുന്ന കാലത്ത് കൃഷി ചെയ്യാൻ വേണ്ടി നമ്മുടെ നാടുകളിൽ നിന്ന് ആൾക്കാരെ കുടിയേറ്റി പാർപ്പിക്കുകയുണ്ടായി. അങ്ങനെ പാർപ്പിച്ചതിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ചെറിയൊരു ഗ്രാമമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്, മക്കുവള്ളി. ഭാവിയിൽ അവരുടെ കൃഷി രീതികളിൽ നമ്മുടെ റബ്ബറും അവരുടെ ഭാഗമായിട്ട് മാറി. അപ്പോൾ അവരുടെ കൃഷി രീതികളും ആ റബ്ബറിലെ കൃഷി രീതികളും കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മൾ പല റബ്ബർ തോട്ടങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും റബ്ബറിന് വ്യത്യസ്തമായ രീതിയിൽ ഇടവിള കൃഷി ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് ഇവിടെ ഇവർ കൃഷി ചെയ്തിരിക്കുന്നത് ഏലമാണ്. ഒരു വർഷമായിട്ട് നട്ട് പരിപാലിക്കുന്ന ഏലത്തൈകളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. റബ്ബർ തോട്ടത്തിൻ്റെ അകത്ത് ഏലകൃഷി, അതെല്ലാം ഡ്രിപ്പ് ചെയ്ത് വെള്ളം ഓരോന്നിനെയും ചോട്ടിലെത്താൻ പാകത്തിന് വളരെ നീറ്റായിട്ടും വളരെ വൃത്തിയായിട്ടാണ് ഈ തോട്ടം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇവരുടെ 6,105 പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏലത്തിന് കുറച്ച് ഷെയ്ഡ് ആവശ്യമാണ്. അപ്പോൾ ചെറിയ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ 105 പ്ലാന്റ് ചെയ്യുന്നത്. അതുമല്ല, ചെറിയ തണുപ്പുള്ളത് കൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ റബ്ബർ തഴച്ചു വളരില്ല. അതായത് ഇല കൂടുതലായിട്ട് ഇല പിടിക്കില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഏലകൃഷിക്ക് റബ്ബർ നല്ലൊരു അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കി കൊടുക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്നൊരു സ്ഥലമാണ് ഈ മക്കുവള്ളി എന്നൊരു സ്ഥലം. സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ പ്ലാന്റ് ചെയ്യുന്നത് മൊത്തം നമ്മുടെ തയ്യാണ്. യാദൃശ്യമായിട്ട് അറിയാൻ സാധിച്ച സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ. ഇതേ ഗ്രാമത്തിൽ തന്നെയുള്ള മറ്റൊരു തോട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഇവർ ഇടവിളയായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് കൊടി, മുളക്, ഏലം 3 ഐറ്റമാണ് റബ്ബറിന് ഇടവിളയായിട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കൊടി റബ്ബറിലേക്ക് കയറാൻ പാകത്തിന് ഒരു സപ്പോർട്ട് കൊടുത്ത് റബ്ബർ വെട്ടാൻ പാകത്തിന്, അതായത് ടാപ്പ് ചെയ്യാൻ പാകത്തിന് മുകളിൽ കയറി കിട്ടാവുന്ന രീതിയിൽ സപ്പോർട്ട് കൊടുത്താണ് കൊടി കൃഷി ചെയ്തിരിക്കുന്നത്. പലതരം ഇടവിള കൃഷി കൊണ്ട് സമ്പന്നം തന്നെയാണ് ഇവിടുത്തെ റബ്ബർ തോട്ടങ്ങൾ. എല്ലാ സ്ഥലത്തും ഇവിടുത്തെ ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകതയായിട്ട് വേണമെങ്കിൽ കൂട്ടി പറയാം, ഇവിടെ എല്ലാ സ്ഥലത്തും 1 സെൻറ്റ് സ്ഥലം പോലും ഒരിടത്തും വെറുതെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാവരും എന്തെങ്കിലും കൃഷി നമ്മുടെ സ്ഥലത്ത് ചെയ്തിരിക്കും. സാധാരണ നമ്മുടെ നാട്ടിലേക്ക് 20 ഇഞ്ച് ആയി കഴിഞ്ഞാണ് റബ്ബർ ടാപ്പ് ചെയ്യാറ്. ഇപ്പം ഞാനിങ്ങനെ തോട്ടത്തിൽ കയറിയപ്പം ഇങ്ങനെ വട്ടം പിടിച്ചാൽ കൈയുടെ വട്ടമുള്ള റബ്ബർ ടാപ്പ് ചെയ്ത് വെച്ചേക്കുക. എന്നാൽ രസകരമായ അതൊന്നുമല്ല. അതിനകത്ത് നിറച്ച് ചിരട്ടയ്ക്ക് പകുതിക്ക് പാലും ഉണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ അതേ സ്ഥലത്ത് തന്നെയുള്ള മറ്റൊരു തോട്ടത്തിലാണ് വന്നേക്കണം. ഇവിടെ ഇവരെ ഇടവിളയായിട്ട് കൃഷി ചെയ്തിരിക്കുന്ന മലയിഞ്ചിയ, എല്ലാം ചെറിയ ചെറിയ തൈകൾ റബ്ബറിൻ്റെ ഇടയ്ക്ക് മൊത്തം വെച്ച് വിട്ടേക്കുക. അതുവരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മക്കുവള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയ ഗ്രാമത്തിലെ കൃഷി രീതികളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളിനി പോകാൻ പോകുന്നത് മലയത്തടം കൂടി കൈതപ്പാറ, ഉടുമ്പന്നൂർ, കരിമണ്ണൂർ ആ റൂട്ടിലേക്കാണ് പോകാൻ പോണത്. നമുക്ക് ഫോറസ്റ്റിൻ്റെ ഒക്കെ ചെറിയ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതുമല്ല നമ്മുടെ ഒരു ട്രാവൽ ബ്ലോഗൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് പിന്നീട് പുതിയ വീഡിയോയിൽ പുതിയ കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.